Agam, India's first digital literary platform. സിനിമ സാഹിത്യമാണോ അല്ലെ ലിറ്റററി ആണോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ശ്യാമിനോട്. ധാരാളം സ്പേസസ് ഉള്ള ഒരു മീഡിയമാണ് സിനിമ. അത് വളരെ മനോഹരമായി സാഹിത്യേതരമായിട്ടുള്ള സിനിമകൾ തന്നെ, അതിമനോഹരമായിട്ടുള്ള ക്ലാസിക്കുകൾ നമുക്ക് മുമ്പിൽ വളരെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ചാർലി ചാപ്ലിൻ്റെ സിനിമകൾ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവതരിപ്പിക്കുന്നു സിനിബസ്, a live chat show. സിനിമ സാഹിത്യമാണോ അല്ലെ ലിറ്റററി ആണോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ശ്യാമിനോട്. ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, കഴിയുന്നതൊരു അക്കാഡമിക് ആയിട്ടുള്ള ജാർഗൺസ് ഒന്നും ഉപയോഗിക്കാത്ത സാധാരണ കുറേ കാര്യങ്ങൾ സിനിമയെപ്പറ്റി അറിയാൻ താല്പര്യമുള്ള മനുഷ്യരായിരിക്കണം, ചെറുപ്പക്കാരായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്കും കൂടി മറുപടി പറയാം എന്നുള്ള രീതിയിലാണ് കഴിയുന്നതും. ഒരു അക്കാഡമിക് സ്വഭാവമുള്ള ഒരു സംഭാഷണമല്ലാതെ മാറ്റാനാവുമോ എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഷാജിയുടെ ആദ്യം ചോദ്യം തന്നെ എന്നെ ഒരു അക്കാഡമിക് കൊക്കയിലേക്ക് തള്ളിയിടുന്ന ഒന്നായിരുന്നു. സിനിമ നോവലിസ്റ്റിക് ആവേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു സാഹിതീയമാവേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ. സിനിമ സിനിമയാണ്, സാഹിത്യം സാഹിത്യമാണ്, രണ്ട് മാധ്യമങ്ങളാണ്. വളരെ ഓബ്വിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുക ഞാൻ ആദ്യം. സാഹിത്യത്തിൽ സാഹിത്യം മാത്രമേ ഉള്ളൂ. സിനിമയിൽ സാഹിത്യത്തിൻ്റെ ഘടകങ്ങളുണ്ട്. മറ്റ് പലവിധ ലളിത കലകളുടെ സമ്മേളനമുണ്ട്. അതിൽ അഭിനയമുണ്ട്, സംഗീതമുണ്ട്, ചിത്രകലയുണ്ട്, ശില്പകലയുണ്ട്. അങ്ങനെ പല കലകളുടെയും ഒരു സമ്മേളനമാണ് സിനിമ. അപ്പം അതുകൊണ്ട് സാഹിത്യേതരമായിട്ടുള്ള ധാരാളം സ്പേസസ് ഉള്ള ഒരു മീഡിയമാണ് സിനിമ. അത് വളരെ മനോഹരമായി സാഹിത്യേതരമായിട്ടുള്ള സിനിമകൾ തന്നെ, അതിമനോഹരമായിട്ടുള്ള ക്ലാസിക്കുകൾ നമുക്ക് മുമ്പിൽ വളരെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ചാർലി ചാപ്ലിൻ്റെ സിനിമകൾ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. സാഹിത്യത്തിന് വിരുദ്ധമായ സിനിമ എന്നുള്ള എപ്പോഴോ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞു, സാഹിത്യത്തിൽ ആധാരമല്ലാത്ത സിനിമകളും ഉണ്ടെന്ന്. സാഹിത്യത്തിന് വിരുദ്ധമായ സിനിമകൾ എന്ന് പറയുന്നതിലൊരു കുഴപ്പമുണ്ട്. കാരണം സാഹിത്യം എന്താണ് മുൻപോട്ട് വയ്ക്കുന്നത്? മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ഒരു അനുഭാവപൂർവമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ഒരു സഞ്ചയിക. ഇതൊക്കെ തന്നെയാണ് സിനിമയും ചെയ്യുന്നത്. സാഹിത്യം ചെയ്യുന്ന അതേ ഫങ്ഷൻ തന്നെയാണ് സിനിമയും ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി സാഹിത്യത്തിൻ്റേത് മാത്രമാണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. നറേറ്റീവ് ഫോം എന്നുള്ളത് സാഹിത്യത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഉള്ള സിമിലാരിറ്റി ഉണ്ടെങ്കിലും ഇതിനൊന്നും നമുക്ക് ഒരു ബോക്സിലൊന്നും ഇടാൻ പറ്റില്ല. ഇപ്പോൾ സത്യജിത് റേ സാഹിത്യകൃതികളെ അധികരിച്ച് നടത്തിയ സിനിമകൾ പോലെയല്ല മറ്റൊരു മാസ്റ്ററായിട്ടുള്ള തർക്കോസ്കി സ്വന്തം അച്ഛൻ്റെ കവിതകളെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്, സാഹിത്യത്തെ ഉപജീവിച്ചുകൊണ്ട്, ആ കവിതകൾ ഉപജീവിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത്. സോ ഇതിനെല്ലാം പല പല സബ്ജക്റ്റീവായിട്ടുള്ള വേരിയേഷൻസ് സാധ്യമാണ്. അങ്ങനെ പറ്റൂ, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കാണാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹിത്യകൃതിയുടെ ആവിഷ്കാരമല്ല ഈ ഓരോ സിനിമകളും. ഇതിലൊരു സിനിമയും സാഹിത്യകൃതികളെ ആവിഷ്കരിക്കുകയൊന്നുമല്ല. ഒരു സിനിമയുണ്ടാക്കുന്നതിലേക്ക് ഈ കഥയെ ഞാൻ ഉപയോഗിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. സിനിമയിൽ ഓൾമോസ്റ്റ് ഈക്വലായിട്ടുള്ള ഘടകങ്ങളാണ് ഛായാഗ്രാഹണവും അഭിനയവും എഡിറ്റിങ്ങും സംഗീതവും ഒക്കെ. അതുപോലെ ഒരു ഘടകമാണ് അതിനകത്തെ പ്രമേയം, രചന എന്ന് പറയുന്നത്. അത് സ്വകീയമായിട്ടാവാം, പരകീയമായിട്ടാവാം. അത്രേ അതിനൊരു പ്രസക്തിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിനിമ എന്നുള്ളത് ഒരു എക്സ്പീരിയൻഷ്യലായിട്ടുള്ളൊരു ആർട്ടാണ്. അത് ദൃശ്യശ്രാവ്യ ലോകത്തിൻ്റെ ചിത്രീകരണത്തിലാണ് അതിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നത്. ഒരു സംവിധായകൻ ചെയ്യുന്നത് ഒരു ദൃശ്യശ്രാവ്യ ലോകമുണ്ടാക്കുക എന്നുള്ളത്. വിഭൂതിഭൂഷൺ എഴുതി വെച്ച ആ കഥയുടെ ഒരു ലോകമല്ല സത്യജിത് റേ ഇമാജിൻ ചെയ്ത ലോകം. ഇന്നിപ്പോൾ നമുക്ക്
പഥേർ പാഞ്ചാലി തിരിച്ചു വായിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും സത്യജിത്രയെ കണ്ട ഒരു വൈകാരിക ലോകം, ഒരു ദൃശ്യശ്രാവ്യ ലോകത്തെ നമ്മളതിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യും. അത് വേറൊരു കാര്യം. പക്ഷേ അത് രണ്ടും രണ്ടാണ്. അഗ്നിസാക്ഷി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ശ്രീമതി ലളിതാംബിക അന്തർജനം എന്നുള്ള ഒരു 70കളുടെ അവസാനത്തിൽ എഴുതിയിട്ടുള്ള, അവരുടെ പ്രായത്തിൽ എഴുതിയിട്ടുള്ള ഒരു അനുഭവ ലോകമല്ല എൻ്റേത്. ഒരു പുരുഷൻ എന്ന രീതിയിൽ 90കളുടെ അവസാനം ചെയ്യുമ്പോൾ ഒരു മാറിയ ലോകം, മാറിയ അനുഭവം, മാറിയ പെർസ്പെക്റ്റീവ്, ഇതെല്ലാം അതിനുള്ളിലുണ്ട്. സോ അതൊരു മറ്റൊരു ലോകമായിട്ടത് പുനർജനിക്കുകയാണ്, മറ്റൊരു മാധ്യമ രൂപമായിട്ടത് മാറുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഞാനിതിലേക്ക് വീണ്ടും അതിനെ ആശ്രയിക്കുന്നതെന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. കാരണം ഞാൻ പ്രധാനമായിട്ടും ഒരു എഴുത്തുകാരനല്ലാത്തതുകൊണ്ട്, പ്രാഥമികമായി ഞാനൊരു എഴുത്തുകാരനല്ലാത്തത് കൊണ്ട്, എൻ്റെ ഒരു പ്രൈമറി ആർട്ട് എന്നുള്ളത് ഫിലിം മേക്കിംഗ് ആണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട്, ഫിലിം മേക്കിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രമേയത്തെ ഞാൻ സ്വീകരിക്കുക എന്നുള്ളത് എൻ്റെ സ്വാഭാവികമായിട്ടൊരു അവകാശമാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മളുടെ യുവ സംവിധായകരിൽ പലരും ആസ് വിഷ്വലൈസേഴ്സ്, ആസ് ഡയറക്ടേഴ്സ്, അവർക്കുള്ള കഴിവുകളെ വേണ്ടത്ര ഉപയുക്തമാക്കാൻ പറ്റാത്തത് പലപ്പോഴും അവർ സ്വീകരിക്കുന്ന പ്രമേയങ്ങളുടെ അന്തസ്സാര ശൂന്യത കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ പലപ്പോഴും വികലത കൊണ്ടാണ്, അതിൻ്റെ ബലമില്ലായ്മ കൊണ്ടാണ്. സോ ഒരു ബലമില്ലാത്തൊരു ഫൗണ്ടേഷനിൽ നമുക്ക് എന്തുമാത്രം പടുത്തുയർത്താൻ പറ്റും? സോ പ്രൈമറിലി ഫിലിം മേക്കറുടെ ആർട്ട് എന്നുള്ളത് ഒരു ദൃശ്യശ്രാവ്യ ലോകം സൃഷ്ടിക്കലാണെന്നും അതിനാധാരമായി ഒരു പ്രമേയത്തെ അതിൻ്റെ പൂർണ്ണതയിലോ അതിൻ്റെ ഭാഗങ്ങളിലായിട്ടോ ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതുമാണ് എൻ്റെ പ്രോസസ്സ്. Agam, India's first digital literary platform.